ഇറാനിൽ തൽക്കാലം യുദ്ധമില്ല, പക്ഷേ സമാധാനവുമില്ല. വെടിനിർത്തൽ മാത്രമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് സംഘർഷം ലഘൂകരിക്കപ്പെട്ടു എന്നർത്ഥമില്ല. ഭീഷണികൾക്കും വെല്ലുവിളികൾക്കും കുറവില്ല. ഇനി യുദ്ധം അവസാനിപ്പിച്ചാലും ജയിച്ചത് അവരാണ് എന്ന് ഇരുവിഭാഗത്തിനും അവകാശപ്പെടാനുള്ള നീക്കം. നിലവിൽ ഇറാന് നേരെ വ്യോമാക്രമണമില്ല. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയോ വിമാനങ്ങൾക്ക് നേരെയോ മിസൈൽ ആക്രമണവുമില്ല. പക്ഷേ ഈ വെടിനിർത്തൽ സാഹചര്യത്തിൽ തന്നെ US വ്യോമസേനയുടെ KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനം കാണാതായിരിക്കുന്നു. പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാന മേഖലയായ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ വെച്ച് അപകട സിഗ്നലായ 7700 പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് വിമാനവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. വ്യോമമധ്യേ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വിമാനമായതിനാൽ പറക്കും ഇന്ധനം പമ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. UAE അൽ ദഫ്ര എയർബേസിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഖത്തറിലെ സൈനിക താവളത്തിലേക്ക് നീങ്ങുമ്പോഴാണ് അപകട സൂചന നൽകിയത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് സംവിധാനങ്ങളിലെ വിവരമനുസരിച്ച് വിമാനം ഗൾഫ് മേഖലയിൽ വട്ടമിട്ട് പറക്കുകയും പിന്നീട് വേഗം കുറച്ച് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. ഖത്തറിനു സമീപം വെച്ച വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ സിഗ്നലുകൾ പൂർണ്ണമായും നിലച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ പൈലറ്റുമാർ ഉപയോഗിക്കുന്ന 7700 എന്ന സ്കോപ്പ് കോഡ് വിമാനത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. മെക്കാനിക്കൽ തകരാർ, തീപിടുത്തം, ആരോഗ്യപരമായ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭീഷണി എന്നിവ ഉണ്ടാകുമ്പോഴാണ് സാധാരണയായി ഈ കോഡ് ഉപയോഗിക്കുന്നത്. ഇറാനെതിരായ നീക്കങ്ങൾക്ക് അമേരിക്ക ഉപയോഗിക്കുന്ന വിമാനമാണ് കാണാതായിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ വിമാനം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെ സഹായിക്കുന്നുണ്ട്. വിമാനം കാണാതായതിന് പിന്നാലെ മേഖലയിൽ തിരച്ചിൽ ശക്തമാണ്. സിഗ്നൽ നഷ്ടപ്പെട്ട ഖത്തർ തീരപ്രദേശങ്ങളിൽ H-125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. എന്നാൽ വിമാനം തകർന്നു വീണതിനോ കടലിൽ വീണതിനോ ഉള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. കടലിൽ അവശിഷ്ടങ്ങളോ മറ്റ് അടയാളങ്ങളോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. താഴ്ന്നു പറക്കുന്നതിന് മുൻപായി വായുവിൽ വൃത്താകൃതിയിലുള്ള പാറ്റേൺ വരച്ചാണ് വിമാനം അപായ സൂചന നൽകിയത്. ഖത്തർ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിന് മുകളിലൂടെ വിമാനം പറന്നതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡോ പെന്റഗണോ സ്ഥിരീകരിക്കുന്ന പ്രസ്താവന ഇറക്കിയിട്ടില്ല. വിമാനം ഉൾപ്പെട്ട ഏതെങ്കിലും തകർച്ച, നഷ്ടം അല്ലെങ്കിൽ പ്രത്യേക അടിയന്തരാവസ്ഥ എന്നിവയെക്കുറിച്ച് US അധികൃതരിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുമില്ല. സ്ഥിരീകരിച്ചാൽ ഓപ്പറേഷൻ ഫ്യൂറി ആരംഭിച്ചതിന് ശേഷം മേഖലയിൽ ഒരു KC-135 നഷ്ടപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ സംഭവമായിരിക്കും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശേഷം നിലവിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ട് എങ്കിലും US-ഉം ഇറാനും തമ്മിലുള്ള ബന്ധം അതീവ വഷളായി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷങ്ങൾക്ക് ശേഷം പലതവണ US വിമാനങ്ങൾ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ഇറാഖിൽ വെച്ച് ഒരു KC-135 വിമാനം തകർക്കപ്പെട്ടിരുന്നു. തങ്ങളുടെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിമാനം വെടിവെച്ചിട്ടതാണ് എന്ന് അന്ന് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സംഘടന അവകാശപ്പെട്ടതുമാണ്. ഇറാനിയൻ വാർത്താ ഏജൻസികൾ ഈ കാണാതാകൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ സംഭവത്തിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് ഇറാൻ സൂചന നൽകിയിട്ട് പോലുമില്ല. US വ്യോമസേനയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്നതാണ് KC-135 വിമാനങ്ങൾ. 60 വർഷത്തിലേറെയായി സേവന രംഗത്തുള്ളതാണ് അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തായ സൈനിക വിമാനമായ KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനം. ആകാശത്തെ ഇന്ധന കപ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. യുദ്ധവിമാനങ്ങൾക്കും ബോംബർ വിമാനങ്ങൾക്കും പറക്കലിനിടയിൽ തന്നെ ഇന്ധനം നിറക്കാൻ ഈ വിമാനം സഹായിക്കുന്നുണ്ട്. ഇത് യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ സമയം ആകാശത്ത് തുടരാനും ദീർഘദൂര ദൗത്യങ്ങൾ പൂർത്തിയാക്കാനും കരുത്തു നൽകുന്നു. ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനത്തിന് മുകളിലായി ഒരു കാർഗോ ഡെക്ക് ഉള്ളതിനാൽ യാത്രക്കാരെയും ഉപകരണങ്ങളെയും ഒരുപോലെ വഹിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. സാധാരണയായി ഒരു പൈലറ്റാണ് ഇത് നിയന്ത്രിക്കുന്നത്. ബോയിങ് 707 വിമാനങ്ങളുടെ അതേ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചിറകുകൾക്ക് താഴെ ഘടിപ്പിച്ച 4 ടർബോഫാൻ എഞ്ചിനുകളാണ് ഇതിന് ശക്തി പകരുന്നത്. ഫൈറ്റർ ജെറ്റുകൾ, ബോംബർ വിമാനങ്ങൾ, മറ്റ് സൈനിക വിമാനങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ നേരം ആകാശത്ത് തുടരാനും കൂടുതൽ ദൂരം പറക്കാനും ഇവ സഹായിക്കുന്നു. US നേവി, മറൈൻ കോർപ്സ്, സഖ്യകക്ഷികളുടെ വിമാനങ്ങൾ എന്നിവയ്ക്കും പിന്തുണ നൽകുന്നുണ്ട്. KC-135 വിമാനം ബോയിങ്ങിന്റെ 367-80 ഡിസൈനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എയ്റോ മെഡിക്കൽ ഒളിപ്പിക്കൽ ദൗത്യങ്ങളെ പിന്തുണയ്ക്കാനും പ്രത്യേക മെഡിക്കൽ പാലറ്റുകൾ ഉപയോഗിച്ച് രോഗികളായവരെയും പരിക്കേറ്റവരെയും കൊണ്ടുപോകാനുമൊക്കെ ഈ വിമാനത്തിൽ സാധിക്കും. ഇത്തരം മെഡിക്കൽ ഒഴിപ്പിക്കൽ വിമാനങ്ങളിൽ ഫ്ലൈറ്റ് നഴ്സുമാരും ടെക്നീഷ്യന്മാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ ടീമിനെയും അധികമായി ഉൾപ്പെടുത്താറുണ്ട്.
ഒരു വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ സിഗ്നൽ നഷ്ടമാകുന്നത് എല്ലായ്പ്പോഴും അപകടം മൂലമാകണമെന്നില്ല. സൈനിക ആവശ്യങ്ങൾക്കോ സുരക്ഷാ കാരണങ്ങളാലോ പൈലറ്റുമാർ മനഃപൂർവ്വം സിഗ്നലുകൾ ഓഫാക്കാറുണ്ട്. എന്നാൽ അടിയന്തര സന്ദേശം നൽകിയ ശേഷം സിഗ്നൽ ഇല്ലാതായത് വലിയൊരു അപകടത്തിലേക്കോ തകർക്കപ്പെടലിനോ ഉള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. US സൈനിക കേന്ദ്രങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകാൻ തയ്യാറായിട്ടുമില്ല. വിമാനത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ എണ്ണത്തെക്കുറിച്ചും വ്യക്തതയില്ല. ഹോർമുസ് കടലിടുക്ക് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിൽ ഒന്നാണ്. അവിടെ വെച്ച് ഒരു US സൈനിക വിമാനം കാണാതായത് രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറിയിട്ടുമുണ്ട്. ഇതൊരു യാദൃച്ഛികമായ സാങ്കേതിക തകരാറാണോ അതോ പശ്ചിമേഷ്യയിലെ നിഴൽ യുദ്ധത്തിന്റെ ഭാഗമാണോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. വിമാനത്തിന്റെ അവസാന ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് രാജ്യാന്തര ഏജൻസികൾ നിരീക്ഷണം തുടരുകയുമാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഇറാൻ മേഖലയിലെ സൈനിക സാന്നിധ്യം കുറഞ്ഞിട്ടില്ല. അറ്റകുറ്റപ്പണികൾക്കായി ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ഫോർഡ് മാത്രമാണ് അമേരിക്കയിലേക്ക് മടങ്ങിയത്. സാധാരണ 6 മാസമാണ് കപ്പൽ കടലിൽ സേവനം നൽകുന്നത്. വെനസ്വലയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ അറസ്റ്റിന്റെ സമയത്ത് USS ജെറാൾഡ് ഫോർഡിന്റെ സേവനം തേടിയിരുന്നു. അവിടെ നിന്ന് നേരിട്ട് ഇറാൻ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ 20ലധികം യുദ്ധക്കപ്പലുകൾ ഇപ്പോഴും ഇറാനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആക്രമണത്തിന് മുൻപ് ചാരവിമാനങ്ങൾ ഇറാന്റെ ആകാശത്തെത്തും. ഇവയിൽ ചിലതിന് ഇറാൻ വെടിവെച്ചിട്ടിട്ടുമുണ്ട്. റഡാറുകളിൽ പതിയാത്ത തരം സാങ്കേതിക വിദ്യയുള്ള F-35 വിമാനങ്ങളെ പോലും ഇറാൻ ആക്രമിച്ചു. അതിനാൽ KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനം ദൗത്യത്തിനിടെ ആക്രമിക്കപ്പെട്ടതാകുമോ എന്ന സംശയം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്.